സിവിൽ സർവീസ് പരീക്ഷയിൽ 68ാം റാങ്ക് നേടിയ ആദിത്യ നാരായണനാണ് ഇപ്പോൾ കൈരളി ന്യൂസിനോടൊപ്പം ചേരുന്നത്. റവന്യൂ സർവീസിൽ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവിലാണ് ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞിരിക്കുന്നത്. പ്രതീക്ഷിച്ച വിജയമായിരുന്നു. ഇപ്രാവശ്യം എഴുതി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ഇത്രയും ഭയങ്കര ഒരു അപ്ഗ്രേഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ വട്ടം 357ാം റാങ്ക് 57ാം റാങ്ക് ആയിരുന്നു. 68ലേക്ക് എങ്ങനെയാ? ആക്ച്വലി കഴിഞ്ഞ വട്ടം 357 കിട്ടിയതിനെക്കാട്ടിലും സമയം കുറവായിരുന്നു ഇപ്രാവശ്യം മെയിൻസും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ. കാരണം ഈ ട്രെയിനിങ്ങിന്റെ ഇടയിലായിരുന്നു ഇന്റർവ്യൂ ഒക്കെ. അപ്പം കഴിഞ്ഞ വട്ടത്തിന്റെ അത്രയും ചെയ്തില്ലെങ്കിൽ പോലും പക്ഷേ കഴിഞ്ഞ വട്ടം കിട്ടിയതിന്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അതായിരിക്കാം ചിലപ്പോൾ സഹായിച്ചെന്ന് തോന്നുന്നു. ഈ പരിശീലന കാലയളവിൽ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അതെങ്ങനെയായിരുന്നു? പരിശീലനം അതായത് മെയിൻസ് പരീക്ഷ കഴിഞ്ഞിട്ടാണ് ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്തത്. ട്രെയിനിങ് ഇരിക്കുമ്പോൾ തന്നെയാണ് ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്തത്. ഇന്റർവ്യൂവിന് വേണ്ടി ഉള്ള സമയങ്ങളിൽ എങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോമിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുക, പറ്റുന്ന അത്രയും മെന്റേഴ്സുമായിട്ട് സംസാരിക്കുക, അതൊക്കെയായിരുന്നു സ്ട്രാറ്റജി. അങ്ങനെ അല്ലാണ്ട് വിപുലമായിട്ടൊരുന്ന് ചെയ്യാനായിട്ടുള്ളൊരു സമയവും ഒന്നും ഉണ്ടായിരുന്നില്ല ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക്. അതെ, ട്രെയിനിങ് കുറച്ച് സമയം കുറവായിരിക്കും നമുക്ക്. കാരണം ഡെയിലി ക്ലാസ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ചിലയിടത്ത് അറ്റാച്ച്മെന്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ട്രെയിനിങ് പോകുന്നത്. അപ്പോൾ 4ാം തവണയാണ് ഇപ്പോൾ ഈ 68ാം റാങ്കിലേക്ക് എത്തിയിരിക്കുന്നത്. അതെ. അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? ഞാൻ 2021 ആണ് ആദ്യമായിട്ട് എഴുതുന്നത്. 2021 എഴുതിയപ്പോൾ ആദ്യം ഇന്റർവ്യൂ വരെ എത്തിയെങ്കിലും പക്ഷെ ഫൈനൽ ലിസ്റ്റിൽ എത്താൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം രണ്ടാമത്തെ തവണ എഴുതിയപ്പോൾ പ്രിലിംസ് പാസ്സായില്ലായിരുന്നു. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് എഴുതുകൊണ്ട് തന്നെ ഒരു മനസ്സുമെടുത്തപ്പോൾ ഞാൻ ഒരു വർഷം എഴുതണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അടുത്ത വർഷം എഴുതിയപ്പോഴാണ് റവന്യൂ സർവീസ് 357 കിട്ടിയത്. പിന്നെ അതിൻ്റെ ആത്മവിശ്വാസത്തിൽ എഴുതിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം 68ാമത്തെ റാങ്ക്. സാധാരണ ഒരു 4 പ്രാവശ്യമൊക്കെ നമ്മളെ പരീക്ഷ എഴുതുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു നിരാശ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് അതിജീവിച്ചത്? തീർച്ചയായിട്ടും ആദ്യത്തെ തവണ എഴുതിയപ്പോൾ 13 മാർക്കിനാണ് ഫൈനൽ ലിസ്റ്റ് നിന്ന് കിട്ടാതെ പോയത്. അപ്പം അത് തീർച്ചയായിട്ടും നിരാശ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂടെ നിന്ന പാരൻസും ഇപ്പം ഫ്രണ്ട്സും പിന്നെ എൻ്റെ പാർട്ട്ണറും ഒക്കെയാണ് അന്ന് നമ്മൾ ഒരുപാട് ആത്മവിശ്വാസം തന്ന് മുന്നോട്ട് പോകണം എന്ന് ആത്മവിശ്വാസം തരികയും, കൂടാതെ നമുക്ക് ആദ്യത്തെ തവണ അത്ര എത്തിയപ്പോൾ ഒരു ആത്മവിശ്വാസം കൂടുതൽ ഒരു തരത്തിൽ വേറെ രീതിയിൽ ചിന്തിച്ചപ്പോൾ അത് ആദ്യത്തെ തവണ കിട്ടുമെങ്കിൽ പിന്നെ വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളൊരു ധൈര്യം വന്നു. അതാണ് ബാക്കി അറ്റംപ്റ്റ് എടുക്കാൻ സഹായിച്ചത്. പഠന രീതിയൊക്കെ എങ്ങനെയായിരുന്നു? പഠന രീതി എന്ന് പറയുമ്പോൾ ഞാൻ കോച്ചിങ് ക്ലാസ്സുകളിൽ അങ്ങനെ പോയിട്ടില്ല. വളരെ കോച്ചിങ് ക്ലാസ്സുകൾ ആശ്രയിച്ചിരുന്ന ടെസ്റ്റ് സീരീസുകൾ എടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അല്ലാണ്ട് അങ്ങനെ പൊതുവെ ഒരു അക്കാഡമി മാത്രം അങ്ങനെ ആശ്രയിച്ച് പഠിച്ചിട്ടില്ല. അപ്പം പഠന രീതി എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് സീരീസ് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എടുത്തിട്ട് അവർ വയ്ക്കുന്ന ഒരു ടൈം ടേബിൾ അനുസരിച്ച് ആ വിഷയം അന്നത്തെ ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ കവർ ചെയ്യുക. അല്ലാണ്ട് ഇത്ര മണിക്കൂർ പഠിക്കുക അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം അല്ല, അങ്ങനെ ഒരു നിർബന്ധം ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം കൂടുതൽ വിഷയങ്ങളും ടെക്നിക്കൽ അല്ലാത്ത സോഷ്യൽ സയൻസ് വിഷയങ്ങളാണ്. ടെക്നിക്കൽ ആയിട്ടുള്ള ഇപ്പോൾ ജോഗ്രഫി പോലുള്ള വിഷയങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു സപ്പോർട്ട് തേടാം എന്നുള്ളതാണ്. പക്ഷെ ബാക്കി വിഷയങ്ങളൊക്കെ നമുക്ക് ഒന്നിലധികം തവണ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന വിഷയങ്ങളാണ്. അപ്പം പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഓൺലൈൻ ഒരുപാട് റിസോഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ യൂട്യൂബിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ AI പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു നിർബന്ധമാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ അതേസമയം ഒരു എക്കോസിസ്റ്റം, അതായത് ഇപ്പോൾ ഒരു ടെസ്റ്റ് സീരീസ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു മെൻറ്റർ, ഒരു ഗൈഡൻസിന് വേണ്ടി ആശ്രയിക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ തിരുവനന്തപുരം? അതെ. ബാങ്ക് ഉദ്യോഗസ്ഥനായി വർക്ക് ചെയ്തത്? അതെ. എങ്ങനെയായിരുന്നു? അത് ഞാൻ കോളേജിൽ 2ാം വർഷമൊക്കെ ആവുന്ന സമയത്താണ് ശരിക്കും ഇതിനോടുള്ള ഒരു ആഗ്രഹം വരുന്നത്. അതിനു മുമ്പ് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പം അതിനുശേഷം ഞാൻ കോളേജ് പ്ലേസ്മെന്റ് വഴിയാണ് ബാങ്കിലേക്ക് കയറുന്നത്. അപ്പോൾ ബാങ്കിൽ ഇരുന്നൊരു 8 മാസത്തോളം വർക്ക് ചെയ്തു. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട്? അതെ, എഞ്ചിനീയർ ചില കോളേജുകളിൽ അങ്ങനെ വരാറുണ്ട്. ബാങ്കുകൾ വിദ്യാർത്ഥികൾ എടുക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ടെസ്റ്റ് വഴിയാണ് എടുക്കുന്നത്. അപ്പം അതിൽ അന്ന് കിട്ടിയിരുന്നു.
അപ്പം അങ്ങനെ ബാങ്കിൽ ജോയിൻ ചെയ്ത് ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ശരിയോ UPSCക്ക് മാത്രം, കാരണം ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ശരി അതിനുവേണ്ടി മാത്രം ഇരിക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് അത് ബാങ്കിൽ ജോലി മാറ്റി വെച്ചിട്ട് UPSCക്ക് വേണ്ടി മാത്രമായിട്ട് പഠനം തുടങ്ങി. ഇവിടെ നാട്ടിലായിരുന്നു അപ്പോൾ? അതെ, അപ്പം ആദ്യത്തെ അറ്റംപ്റ്റ് എല്ലാം വീട്ടിൽ നിന്നാണ് പഠിച്ചത്. ഈ IRS കിട്ടിയ അറ്റംപ്റ്റ് മാത്രം തിരുവനന്തപുരത്ത് നിന്നാണ് പഠിച്ചത്. വീട്ടിലിരുന്നായിരുന്നു പ്രിപ്പറേഷൻ? അതെ, ആദ്യത്തെ അറ്റംപ്റ്റിലൊക്കെ വീട്ടിലിരുന്നായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന സമയത്ത് അവിടെ ഒരു PGയിൽ നിന്നായിരുന്നു പ്രിപ്പറേഷൻസ്. വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള തീർച്ചയായിട്ടും അച്ഛനും അമ്മയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യും. അനിയത്തി ആയാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അമ്മ പ്രത്യേകിച്ചും കൂടുതൽ ഈ പഠന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് അമ്മയാണ്. അപ്പം കൂടുതൽ നമ്മൾക്ക് ആത്മവിശ്വാസം തരിക, നമ്മളെക്കാട്ടിലും കൂടുതൽ ഒരു പക്ഷെ അറിയുന്നത് അവർക്കായിരിക്കും. അപ്പം അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ആദ്യ ശ്രമമൊക്കെ പരാജയപ്പെടുമ്പോൾ വീണ്ടും എത്തിപ്പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു സാധനം വീട്ടുകാരി തന്നെയാണോ? അതെ, വീട്ടുകാരും ഇപ്പം എൻ്റെ പാർട്ട്ണർ ആയാലും ഇപ്പം ഫിയോൻസയാണ് എൻ്റെ. അപ്പം അവളും എല്ലാം ഒരു സപ്പോർട്ട് തന്നതിൻ്റെ പേരിൽ തന്നെയാണ് നമുക്കിത് ആ ഒരു ആത്മവിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചത്, നിരാശയുടെ സമയത്തായിരുന്നു. എന്തായിരുന്നു ഈ IAS എത്തുക, അതിനുള്ള പ്രചോദനം എന്തായിരുന്നു? IASനോട് എത്തണമെന്നുള്ള പ്രചോദനം തീർച്ചയായിട്ടും IAS ആണ് നമുക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പോളിസി മേക്കിങ്ങിൻ്റെ ഏറ്റവും അപ്പെക്സിൽ നിൽക്കുന്നത് IAS ആണ്. അപ്പം IAS പ്രവർത്തിക്കുന്ന ഒരു സ്കെയിലും വളരെ വലുതാണ്. അപ്പം നമുക്ക് ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം സമൂഹത്തിൽ പറ്റുന്ന രീതിയിൽ സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് വരുത്തണമെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്കെയിൽ നൽകുന്ന IAS തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് അതിലേക്കുള്ള പ്രചോദനം. അപ്പോൾ നമുക്ക് നമ്മുടെ നാടിനോടും നമ്മുടെ രാജ്യത്തോടും എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കൾമിനേഷൻ തന്നെയാണ് IAS എന്നുള്ള ലക്ഷ്യം. കേരള കേഡറിൽ തന്നെ വർക്ക് ചെയ്യണം അങ്ങനെയാണ്? അത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ കാഡർ വേക്കൻസികളൊക്കെ അതനുസരിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു കേരളത്തിൽ തന്നെ വർക്ക് ചെയ്യണം അങ്ങനെ ഒരു നിർബന്ധം ഒരിക്കലും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും IAS എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾ ഇന്ത്യ സർവീസ് ആണ്. അപ്പം രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് പ്രവർത്തിക്കാൻ കിട്ടിയാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇനി എന്താണ് മുന്നോട്ടുള്ള കാര്യം? ഇനി പുതിയ ഇപ്പം നിലവിൽ ഇന്ത്യൻ റവന്യൂ സർവീസിലാണ്. അപ്പം ഇതിനി സർവീസ് അലൊക്കേഷൻ വരാനുണ്ട്. അപ്പോൾ അതിനുശേഷം എങ്ങനെയാണ് നോക്കിയിട്ട് ഇനി ഫൗണ്ടേഷൻ കോഴ്സുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് സർവീസിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യണം എന്നാണ് ആഗ്രഹം. കേരളത്തിൽ ഇപ്പോ ആദ്യ 100 വളരെ കുറച്ച് പേരെ ഉൾപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വിജയം എങ്ങനെയാണ്? അതെ, മലയാളികൾക്കൊരു അഭിമാനമായി. അതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൽ 2 പേരേ ഉള്ളൂ എന്നുള്ളത് കുറേ താമസിച്ചിട്ടാണ് അറിഞ്ഞത്. അപ്പം കഴിഞ്ഞ വട്ടമൊക്കെ ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു അത് ഓരോ വർഷത്തിലും ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. പരീക്ഷ കഠിനമായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ വർഷവും, കാരണം കഠിനമാവുന്നത് പരീക്ഷയുടെ ഇത് കൊണ്ടല്ല, എത്ര പേര് കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഒരേ കഴിവുള്ള ഒരുപാട് പേര് കോമ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പരീക്ഷ പാടാവുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പരീക്ഷകൾ തമ്മിൽ വലിയ വ്യത്യാസമുള്ളതായി തോന്നുന്നില്ല. പിന്നെ ചില ഏറ്റക്കുറച്ചിലുകൾ ചില വർഷങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത്. ഇപ്പൊ ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നവരോട് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ വിജയം കണ്ട് ഇനിയും എഴുതുന്നവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ സിവിൽ സർവീസിലേക്ക് വരുന്നവരോട് നിങ്ങൾ ഒരു നിശ്ചിത കാലയളവ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ ആലോചിക്കുക. അതായത് ഇപ്പോൾ കാലയളവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ മനസ്സിലൊരു 2-3 അറ്റംപ്റ്റ് എന്നുള്ളൊരു ലക്ഷ്യമായിട്ട് വരിക. അപ്പം ആ സമയത്ത് നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക, നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട് മാക്സിമം എഫേർട്ട് ഇടുക. ഒരിക്കലും ഒറ്റപ്പെടരുത് പരീക്ഷയുടെ ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതുപോലെ വീട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരോ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഇത് പോസിബിൾ അല്ല. അപ്പോൾ ആ ഒരു നിരാശയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതോടൊപ്പം 3 അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടും ചിലപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു മോശമായിട്ട് കാണേണ്ട കാര്യമില്ല. ഈ സ്കിൽസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു മേഖലയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പരീക്ഷയിലോ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പല ആൾക്കാരെയും കാണാറുണ്ട്, കിട്ടാതെ വന്നിട്ടും വീണ്ടും ഒരുപാട് തവണ ശ്രമിച്ച് വീണ്ടും കിട്ടാതെ വരുന്നതാണ്. അപ്പം അവരൊക്കെ ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ വീണ്ടും ഇത് കിട്ടാതെ വരുമ്പോൾ അവരുടെ നല്ല വർഷങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് പോകുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പം ഒരിക്കലും ഇത് നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. അതൊരു നിശ്ചയ കാലയളവ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക,
സക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ വെരി ഗുഡ്, ഇല്ലെങ്കിൽ നമുക്ക് ഇതൊരു വേറൊരു മേഖലയിലേക്ക് ഇതിനെ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതെ, അത് തന്നെയാണ്. നിരാശപ്പെടേണ്ട കാര്യമില്ല. നിശ്ചയദാർഢ്യത്തോടുകൂടി പരിശ്രമിച്ചാൽ എത്തിപ്പിടിക്കാൻ പറ്റുന്നതാണ് സിവിൽ സർവീസ് എന്നാണ് ഇപ്പോൾ ആദിത്യനാരായണൻ നമ്മളോട് പറയുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിനോടൊപ്പം ഫെമിന സീൻ, കൈരളി ന്യൂസ്.